ദൈവനാമത്തിന് മഹത്വം. ബഹുമാനപ്പെട്ട പാസ്റ്ററുകളിലും എല്ലാ MGC അംഗങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കുട്ടികളുടെ പരിപാടികളിലും അവരുടെ കഴിവുകളുമൊക്കെ കണ്ട് അതിൽ മുഴുകിയിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ശ്രദ്ധയെ ഞങ്ങൾ ഈ എളിയ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ഈ ആനിവേഴ്സറി, അതും മലയാളം ഗോസ്പൽ ചർച്ചിൻ്റെ ആനിവേഴ്സറി, ലോകമെമ്പാടും പ്രശസ്തി നേടിക്കൊണ്ടിരിക്കുന്നു. ഇന്നിങ്ങനെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ടെന്നറിഞ്ഞ് കേരളത്തിൽ നിന്ന് കുറച്ച് അമ്മാമ്മമാർ നമ്മുടെ കൂട്ടായ്മയിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ സഭയിൽ പാട്ടിലും സംഗീതോപകരണത്തിലും മികവ് നേടിയ ഒരുപാട് ആളുകളുണ്ട്. പറഞ്ഞു തുടങ്ങിയാൽ എല്ലാവർക്കും സംഗീതത്തോടൊരു ചെറിയ ചായ്വുണ്ട്. അതുകൊണ്ടാവണം ഈ വരുന്ന അമ്മാമ്മമാർ എല്ലാവരും സംഗീതത്തിൽ കേമിയാണ്. അവരെല്ലാവരും അവർ ചേർന്ന് നിൽക്കുന്ന സഭയിലെ കൊയർ ലീഡേഴ്സാണ്. നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി അവരെ ഓരോരുത്തരായി നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. ആദ്യമായി നമുക്ക് ക്ഷണിക്കാം വെൺമണിയിൽ നിന്ന് വെൺമണി ചിന്നമ്മ, സഭയുടെ ആത്മീയ തൂണായി നിൽക്കുന്ന ചിന്നമ്മ. ആരെങ്കിലും ചിന്നമ്മേ ഒരു ചെറിയ പ്രാർത്ഥന ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ചിന്നമ്മാമ പറയും, ചെറിയ പ്രാർത്ഥനയോ? സ്വർഗരാജ്യത്തിൽ ചെറിയതൊന്നുമില്ല മക്കളെ. അടുത്തതായി ക്ഷണിക്കാം നൂറനാട്ടിൽ നിന്നും ത്രേസ്യാമ്മ. മുടിയൊക്കെ നരച്ചാലും പ്രായത്തെ വെല്ലുന്ന സൗന്ദര്യം, ചെറുപ്പക്കാരെ പോലും വെല്ലുന്ന ചുറുചുറുക്കമുള്ള ത്രേസ്യാമ്മ. എന്തിനും ഏതിനും താൻ റെഡിയാണ് എന്നാണ് ത്രേസ്യാമ്മയുടെ ആപ്തവാക്യം. ഇനി നമുക്ക് ക്ഷണിക്കാം മാവേലിക്കര മണ്ഡലത്തിൽ നിന്ന് മറിയാമ്മ. രാഷ്ട്രീയ കളരിയിൽ പയറ്റി തെളിഞ്ഞ മറിയാമ്മയുടെ പ്രത്യേകത ഓരോ 5 വർഷം കൂടുമ്പോഴും പാർട്ടി മാറുമെന്നതാണ്. ഭരണപക്ഷത്തിൻ്റെ മെമ്പറായിരിക്കുന്നതിൻ്റെ ഗമ അതൊന്ന് വേറെ തന്നെയാണ്. അടുത്തതായി വേദിയിലേക്ക് കടന്നു വരുന്നത് വാളകത്ത് നിന്ന് വത്സമ്മ. വത്സമാമയെ പറ്റി പറഞ്ഞാൽ വാചകത്തിലും പാചകത്തിലും അതിനിപുണ. രണ്ടിൻ്റെയും രുചി അറിഞ്ഞവർക്ക് വത്സമാമയെ ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല. അവസാനമായി പത്തനംതിട്ടയിൽ നിന്ന് സാറാമ്മ. സാറാമ്മ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ചില്ലറക്കാരിയല്ല കേട്ടോ. സംഗീതത്തിൽ MA ബിരുദം എടുത്തതാണ്. പത്തനംതിട്ടയുടെ വാനമ്പാടി എന്നാണ് അറിയപ്പെടുന്നത്. ബ്യൂട്ടി മെയിൻ്റനൻസ് ചേച്ചിയുടെ ഒരു വീക്ക്നെസ് തന്നെയാണ്. ഇച്ചിരി സ്റ്റൈലിഷ് ആയിട്ട് തന്നെയാണ് സാറാമാമ UK എത്തിയേക്കുന്നത്. കേരളത്തിൽ നിന്ന് വന്ന എല്ലാ അമ്മമ്മമാർക്കും MGC സഭയുടെ സ്നേഹവന്ദനം ആശംസിക്കുന്നു. വന്ദനം ചെയ്യുന്നു നിന്നടിയാ തിരു നാമത്തിനാദരവായി. വന്ദനം ചെയ്യുന്നു നിന്നടിയാ തിരു നാമത്തിനാദരവായി. പറയാൻ മറന്നു, ഇവരെല്ലാവരും അവരവരുടെ സഭയിലെ കൊയർ മെമ്പേഴ്സ് ആയതുകൊണ്ട് ഇവരോട് എന്ത് ചോദിച്ചാലും പാട്ടിലൂടെ മാത്രമേ അവർ മറുപടി പറയൂ. പിന്നെ ഒരു കാര്യം മറക്കരുത്, ഇച്ചിരി പ്രായം ചെന്നവരാ, ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി മറവിയൊക്കെ വന്നെന്നിരിക്കും. അത് നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണം. അമ്മാമ്മമാരെ, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ UK യാത്ര? സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. അപ്പോൾ നിങ്ങൾക്ക് നാടാണോ UK ആണോ ഇഷ്ടപ്പെട്ടത്? ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ നാറ്റമല്ലയോ വമിച്ചതെൻ ജീവിതം. ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ നാറ്റമല്ലയോ വമിച്ചതെൻ ജീവിതം. മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്ത നിന്റെ കൃപയാൽ. മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്ത നിന്റെ കൃപയാൽ. നിങ്ങളുടെ പേരുകളെക്കുറിച്ച് എന്താണ് അമ്മമ്മമാർക്ക് അഭിപ്രായം? നാഥനു മുൾമുടി നൽകിയ ലോകമേ നീതരും പേരെനിക്കെന്തിനാ. നാഥനു മുൾമുടി നൽകിയ ലോകമേ നീതരും പേരെനിക്കെന്തിനാ. അല്ല, നിങ്ങൾ തനിച്ചാണോ വന്നത്? അച്ചായന്മാരെ കൊണ്ടുവന്നില്ലേ? പരമസിയോനിൽ ഞാൻ അന്യനല്ല.
അല്ല, സാറാമാമയ്ക്ക് എന്താ ഒരു നാണം? അമ്മാമ്മയ്ക്ക് അച്ചായനെ പറ്റി വേറെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. എൻ പ്രിയനെ ഇപ്പോൾ സുന്ദരനായ കാണുന്നില്ലാലും ഞാൻ കാണുകയില്ല. ഓ, അങ്ങനെയാണല്ലേ. ആട്ടെ, മക്കളൊക്കെ എന്നാ പറയുന്നു? സുഖമല്ലേ? നിങ്ങളെ നന്നായി നോക്കുന്നുണ്ടോ? ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. അയ്യോ, അത് കഷ്ടമായിപ്പോയല്ലോ. അപ്പം മരുമക്കളോ? പിശാചിടർച്ച ചെയ്തിടും, നീതി വേണ്ട ദൂതരുണ്ട് കാത്തുകൊള്ളുവാൻ. ഏതു നേരത്തും പിശാചിടർച്ച ചെയ്തിടും, ഭീതി വേണ്ട ദൂതരുണ്ട് കാത്തുകൊള്ളുവാൻ. അതൊന്നും സാരമില്ല അമ്മമ്മമാരെ. ആട്ടെ, ഞങ്ങളുടെ സഭയിൽ വന്നിട്ട് ഞങ്ങളുടെ ദേവദാസിനെ പറ്റി എന്താണ് അഭിപ്രായം? അപ്പോൾ ഞങ്ങളുടെ സെക്രട്ടറി ബാബുച്ചനെ പറ്റി എന്താണ് അഭിപ്രായം? വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ, എന്നെ തിരുത്തിടാൻ ചെയ്തത്. വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ, എന്നെ തിരുത്തിടാൻ ചെയ്തത്. ഞങ്ങളുടെ ട്രഷറർ സനീഷച്ചാനും കൂട്ടിന് അലക്സച്ചാനുമാണ്. എല്ലാം ഓക്കെ ആണ് എന്നാണ് അവർ എപ്പോഴും പറയാറ്. അവരോട് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? പല ശോധനകൾ വരുമ്പോൾ, ഭാരങ്ങൾ പെരുകിടുമ്പോൾ, പല ശോധനകൾ വരുമ്പോൾ, ഭാരങ്ങൾ പെരുകിടുമ്പോൾ, നമ്മെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു. നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു. അമ്മാമ്മമാർക്ക് ഈ ലോകത്തിലെ കഷ്ടനഷ്ടങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? യെരൂശലേമിലെത്തും കാലം ഓർക്കുമ്പോൾ ഇതരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. യെരൂശലേമിലെത്തും കാലം ഓർക്കുമ്പോൾ ഇതരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. നിങ്ങളുടെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? എന്റെ ഭാവിയെല്ലാം എന്റെ ദൈവമറിയുന്നു എന്ന് പൂർണ്ണസമാധാനമോടെ നാൾ മുഴുവൻ പാടിയിടും ഞാൻ. പൂർണ്ണസമാധാനമോടെ നാൾ മുഴുവൻ പാടിയിടും ഞാൻ. അമ്മാമ്മമാർക്ക് ഞങ്ങളുടെ യുവജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? അങ്ങുമിങ്ങും നോക്കിയാൽ ഈ മുന്നിൽ പോയിടാം, ഭംഗമില്ലാതോടിയാൽ കിരീടം പ്രാപിക്കാം. അങ്ങുമിങ്ങും നോക്കിയാൽ ഈ മുന്നിൽ പോയിടാം, ഭംഗമില്ലാതോടിയാൽ കിരീടം പ്രാപിക്കാം. ഞങ്ങളുടെ MGC ലേഡീസിനോട് എന്തെങ്കിലും അമ്മാമ്മമാർക്ക് ഓർമ്മപ്പെടുത്താനുണ്ടോ? ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഈ ദൈവസഭയോട് എന്താണ് പറയാനുള്ളത്? വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവാനിൻ
സ്തോത്രം. അല്ല, ഇനി എന്താ അമ്മമ്മമാരുടെ പരിപാടി? അനുഗ്രഹത്തോടെ ഇപ്പോൾ ആയക്കാടിയാലേ യഹോവായേ, മനസ്സലിവുടയ മഹോന്നത പരമേ, അമ്മാമ്മമാരുടെ പാട്ടുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: സഭയുടെ വളർച്ച കെട്ടിടത്തിലും വേദികളിലുമല്ല, പ്രാർത്ഥനയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും ഒരുമനതയുള്ള ഹൃദയങ്ങളിലുമാണ്. ഓരോ സഭാംഗവും കുട്ടികളും യുവജനങ്ങളും കുടുംബങ്ങളും ഈ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഭാഗമാകുമ്പോഴാണ് ദൈവത്തിൻ്റെ തേജസ്സും മഹിമയും നമ്മുടെ ജീവിതത്തിലും സഭയിലും എത്തുക. നമുക്ക് പണം മാത്രമുള്ള തലമുറയല്ല, പദവി മാത്രമുള്ള തലമുറയല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കുന്ന തലമുറയെ വാർത്തെടുക്കാം. അതിനായി പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.